ഗോത്രവിനാശം വരുത്തുന്നവരൊന്നും ഊർധ്വലോകപ്രാപ്തിക്ക് അർഹരല്ല. നൂനം തന്നാത്മജരത്രേ മാതാപിതാക്കൾ തന്നാത്മാവിൻ മോക്ഷത്തിനാഹരായി കീടുന്നു. രാവണി തന്നെ ചൊല്ലുകൾ കേട്ട് രാവണ സോദരൻ വചിച്ചു ക്ഷണം തന്നെ നിൻഗോത്ര വിനാശം വരുത്തിയതിൽ മൂലം കീർത്തിയേറിയിടും നിൻ താതനെന്നറിഞ്ഞാലും ഗോത്രവംശത്തെ ത്രാണനം ചെയ്യുവാൻ മിത്രവംശജനാം രാമാന്തികെ ചെന്ന് ഞാൻ അർത്ഥിച്ച നേരം രാമൻ ദയാപരൻ നമ്മെ മിത്രമായി വർത്തിച്ചനുഗ്രഹമേകി. രാവണിയും തൻ പിതൃവ്യനും തമ്മിൽ ഗ്രാമ്യോക്തികളാൽ തർക്കിക്കും നേരം ആയുധമേറി സേനകൾ അതിവേഗം ആയോധനം ചെയ്തു നിന്നു പരസ്പരം. ദന്തശുഖങ്ങളും കീരികളും പോലെ അക്കലി പൂണ്ടവർ അന്യോന്യം ഹൂങ്കാര ശബ്ദത്താലാഹവം ചെയ്തപ്പോൾ പങ്ക്തി കണ്ഠാത്മജൻ വീണിതേ ഭൂമിയിൽ. ഇന്ദ്രവൈരീതൻ അന്തമറിഞ്ഞ വൃന്ദാരകന്മാരും അപ്സര സ്ത്രീകളും ശംഖു വിളിച്ചും നൃത്തം ചവിട്ടിയും സന്തോഷം പൂണ്ടങ്ങു നിന്നു ഗഗനത്തിൽ. രാവണവിലാപം. ഇന്ദ്രജിത്തിന്റെ മരണവൃത്താന്തം തൻ കിങ്കരരിൽ നിന്നും ശ്രവിച്ച രാവണൻ തീവ്ര സങ്കടം പൂണ്ടു വിലപിച്ചു ഭൂമിയിൽ സങ്കോചമെന്നേ വീണു കിടന്നു. തൻ പ്രിയ സൂനു തന്നത്യയത്തിൻ മൂലം അങ്കന സീതയെന്നുര ചെയ്ത് രാജൻ സന്ദേഹമെന്നേ ദേവിയെ ഹിംസിക്കാൻ മണ്ഡലാഗ്രമെടുത്ത് പുറപ്പെട്ടു. അന്നേരമാശരപ്രവരൻ സുപാർശ്വൻ മന്നവനോട് ഉപയുക്ത വാക്കുകൾ ചൊല്ലി പിന്തിരിപ്പിച്ചിട്ടാഹവം ചെയ്യുവാനായി അംഗഭൂവിൽ ചെല്ലാൻ അർത്ഥന ചെയ്തു. കർപ്പൂരപ്രവരൻ സുപാർശ്വൻ തന്നോക്തിയെ മാനിച്ച് രാവണൻ വേഗേന തന്നെ സങ്കരഭൂമിയെ പ്രാപിച്ച് സത്വരം കിങ്കരരൊത്ത് ബാണങ്ങളെയ്തു. കാകുൽസ്തനുമങ്ങേറ്റവും ഊറ്റത്താൽ ആശുകങ്ങളേറെ ഇത് നിരന്തരം കാലപുരിക്കേച്ചേറെ അരക്കരെ രാവണനും അങ്ങു വശം കെട്ടു നിർണയം. രാവണന്റെ ഹോമവിഘ്നം. ശക്രവൈരിയായ രാവണൻ പിന്നെ ദൈത്യഗുരുവായ ശുക്രമുനി മഹർഷിയോട് എത്രയും വേഗേന തന്റെ വ്യഥകളെ ഉന്മൂലനം ചെയ്യാൻ അർത്ഥന ചെയ്തു. ആമയം തീർക്കുവാൻ എത്രയും വേഗേന ഹോമം കഴിക്ക എന്ന വടുവിന്റെ ആജ്ഞയെ മാനിച്ച് രാവണൻ പിന്നെ ഹോമകുണ്ഠമൊരുക്കി ക്ഷണേന ഹോമകുണ്ഠത്തിൽ നിന്നുയർക്കും ശസ്ത്രങ്ങൾ കൊണ്ടാഹവം ചെയ്താൽ തോൽവി ഭവിക്കില്ലെന്നൂറ്റം കൊണ്ടാശരൻ എത്രയും ശ്രദ്ധയാൽ ഹോമകുണ്ഠമൊരുക്കി ക്ഷണേന. രാവണന്റെ ഹോമവിഘ്നം. രാവണ സോദരൻ വിഭീഷണൻ തന്നുടെ പ്രേയസിയായ സരമ തന്നോക്തിയാൽ ഹോമസ്ഥലം തേടിയെത്തി വൈരികൾ ദ്രാവിണം ചെയ്തങ്ങ് ഹോമം മുടക്കി. രാവണയുദ്ധം. തൻ പ്രിയജായയാം മണ്ഡോദരിയോടങ്ങനുജ്ഞയും വാങ്ങി രാവണൻ പിന്നെയും സന്നാഹത്തോടെ പുറപ്പെട്ടു വേഗേന സങ്കരഭൂമിയിലെത്തി നിലകൊണ്ടു. അർണവം പോലെ പരന്നു നിൽക്കുന്ന ആശരവർഗത്തെ കണ്ട് കപിവരരങ്ങുദ്ഗാഢം ഭീതിയാൽ നിൽക്കുന്ന നേരം ഉത്ബോധനം ചെയ്താനിത്തം ശ്രീരാമൻ. വാനരവീരരെ സായകമെയ്ത് ഞാനേവരെയും ദൃശം ഹനിച്ചിടും നിർണയം. ആമയമെന്നേ വസിച്ച് ഈ അങ്കണെ വീക്ഷണം ചെയ്യുക ആഹവമഞ്ജസ. ഇങ്ങനെ ചൊല്ലി രാമൻ ക്ഷണത്തിൽ ചെന്ന് ചാടിയിട്ട രാക്ഷസ സേനയിൽ അമ്പുകളേറെ അങ്ങ് വർഷിച്ചു പുണ്യജനന്മാരെ കൊന്നൊടുക്കി ക്ഷണം. ബാണതൂണീരങ്ങൾ കൈകളിലേന്തിയ ആയിരം രാമന്മാർ നിർഭയം പേർത്തുപേർത്തങ്ങു വരുന്നെന്നു തോന്നിയ രാത്രിഞ്ചരരെല്ലാം സംഭ്രമം കൊണ്ടു. വാസരം തന്നിലും യാമിനി തന്നിലും രൂക്ഷമായ ആഹവം ചെയ്ത ശ്രീരാമന്റെ വീരകൃത്യങ്ങളിൽ പ്രീതി പൂണ്ടേവരും അതിവേലം പൂണ്ടുൽഗാഠഭക്തിയാൽ നിന്നു. കർപ്പുരരേവരും കബന്ധങ്ങളായി ഉർവീതലം തന്നിൽ നിപതിച്ച നേരം ഊർജസ്വലനായി രാമനുര ചെയ്തു ഇങ്ങനെ വേണമാഹവം ചെയ്യാൻ.